അസ്സലാമലൈക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇത് വന്നിട്ട് ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ മമ്മിയുടെ കസിന് കൊടുന്നതാണ്, മമ്മിയുടെ അനിയത്തി കൊടുന്നതാണ്. അവരുണ്ടാക്കിയത് കൊടുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളിത് കാലിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മട്ടൻ എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയെന്ന്. ഇതാ അപ്പോൾ എനിക്ക് ലാസ്റ്റ് ആയ ടൈമിൽ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ മട്ടൻ കൊടുത്തിട്ടുണ്ട്. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്ക് കഴിക്കാനുള്ളത് ചിക്കൻ കറിയാണ്. മമ്മിയാണ് കേട്ടോ കൂടെ ഉള്ളത്. അതുപോലെ തന്നെ കുമ്പളങ്ങ കറിയും ഉണ്ട്, ഉപ്പേരി ഉണ്ട് കേട്ടോ. ക്യാരറ്റ് ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ മുന്നത്തെ മട്ടൻ്റെ ഞാൻ കാണിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അന്ന് ഇതാ ഇങ്ങനെയായിരുന്നു കേട്ടോ. അന്ന് കൂടെ നിൽക്കുന്ന ആൾക്ക് പിന്നെ അയില പൊരിച്ചതായിരുന്നു കേട്ടോ. മൈനാന്നായിപ്പോയി. അയില പൊരിച്ചതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മട്ടൻ എന്ന് പറഞ്ഞപ്പോൾ മട്ടന് നമ്മൾക്ക് വീട്ടിലത്തെ പോലെ കൈ, കാല്, തല അങ്ങനെയൊന്നും അല്ല കേട്ടോ കിട്ടുക. മട്ടൻ്റെ ഇറച്ചി ഉണ്ടല്ലോ, അപ്പോൾ അത് ഗ്രേവി ആക്കിയിട്ട് നമ്മൾക്ക് റോസ്റ്റ് ചെയ്തിട്ട് തരുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാവുക. ഇതൊക്കെ വേറെ ദിവസങ്ങളിൽ എടുത്തിട്ടുള്ള വീഡിയോസാണ്. ഇനി വന്നിട്ട് നമുക്ക് അടുത്ത ലേഹ്യം എത്തിയിട്ടുണ്ട്. എനിക്ക് അത്ര കണ്ട് പിടിച്ചിട്ടില്ല കേട്ടോ, എന്നാലും ഇത് കഴിക്കേണ്ടി വരുമല്ലോ. ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചെന്നെ ഉള്ളൂ. 2 ടീസ്പൂണാണ് കഴിക്കേണ്ടത്. ഭക്ഷണശേഷം 2 നേരമാണ് കഴിക്കേണ്ടത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഈ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളെ ലാസ്റ്റ് കഴിക്കണ വലിയ ആ ഒരു ഇതാണ് തോന്നുന്നു കേട്ടോ. അറിയില്ല ഇനി അറ്റ് ലാസ്റ്റ് ഒന്നും കൂടി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതാരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ഇടുക. എന്താണ്ടൊക്കെ ഒരുപാട് മരുന്നുകളുണ്ട്, എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. മഞ്ഞളുടെ ചെറിയ ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ എന്താണെന്നുള്ളത് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഇതാ വന്നിട്ട് നമ്മളെ മോളെ മുടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചടങ്ങും ഇവിടെ തന്നെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴും 30 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ നിന്നിട്ടാണല്ലോ അങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 30 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഇവിടുന്ന് മുടി കളയുന്നുണ്ട്. അതിന് സൗകര്യവും ഇവിടെ ഇവർ ചെയ്തു തരും കേട്ടോ. നമ്മൾ ഇവിടെ ഓഫീസിൽ പറഞ്ഞാൽ ഇവിടെ തന്നെ ആൾ വരും കളയാനായിട്ട്. അപ്പോൾ അന്ന് ഇക്കയും മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അവരും ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്.